ഹായ്, എൻ്റെ പേര് പ്രണവ്. ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്നോട് ലൈവിൽ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ് എടുത്ത് റെക്കോർഡിങ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ക്ലാസ് ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ യൂട്യൂബ് വഴിയാണ് എൻ്റെ ക്ലാസ് ഇപ്പോൾ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കാണുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. BPAS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കുക. നിങ്ങളെ കയ്യിൽ ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു PDF കാണാൻ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിലത്തെ കവർ പേജ് ഉണ്ടല്ലോ, ഫ്രണ്ടിലത്തെ ബൈൻഡ്, നിങ്ങൾ അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എയറോപ്ലെയിൻ കാണാൻ പറ്റും, ഒരു ക്രെയിൻ കാണാൻ പറ്റും, ഒരു ലോറി കാണാൻ പറ്റും, ഒരു ട്രെയിൻ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ, നമ്മൾ സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എല്ലാ വണ്ടികളുടെ ഫോട്ടോകളും കുറേ പെട്ടികളും പാട്ടകളൊക്കെ ഇതൊക്കെ ഗോഡൗണിൽ അടുക്കി വെച്ചേക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയാണ് കാണാൻ പറ്റുന്നത്. ഇതിലൂടെ തന്നെ ഏറെക്കുറെ, പിന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചൊരു പുതിയ വാക്കല്ല. നമ്മൾ കടലിലൂടെ ചേർന്ന് കിടക്കുന്നതും കൊണ്ട് തന്നെ വലിയ വലിയ കണ്ടെയ്നർ നിറച്ച് സാധനങ്ങൾ ഇവിടുന്ന് ഇമ്പോർട്ടും എക്സ്പോർട്ടും ആവുന്നത് പലപ്പോഴും കാണുകയും ലോജിസ്റ്റിക്സിനെ പറ്റി പല സിനിമകളിലൂടെയും നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാർ ഗൾഫിൽ പോയി ലോജിസ്റ്റിക്സ് പോലത്തെ കാര്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് തന്നെ. സോ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമല്ല. എന്നാൽ എക്സാമിൽ ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് എഴുതണം, എങ്ങനെ എഴുതണം നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നോട്ട്സ് കാണാനായിട്ട് പറ്റും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നോട്ട്സ് ആണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ലോജിസ്റ്റിക്സ്, പിന്നെ എന്താണ് മാനേജ്മെൻറ്റ്, ഇത് രണ്ടിൻ്റെ അർത്ഥം എന്താണെന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. ഡയറക്റ്റ് സോഷ്യൽ വർക്കായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇതൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് ആയിരുന്നു, ഒരു നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. സോ മിക്കവരും വലിയ തലപോച്ച് ചിന്തിക്കാറില്ല. പക്ഷെ നിങ്ങൾ തലപോച്ച് ചിന്തിച്ചെടുത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സോഷ്യൽ വർക്കിന് ഇതായിട്ടൊരു ലിങ്ക് ഇല്ല. എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ വാക്ക് എന്താണ് ലോജിസ്റ്റിക്സ്? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഒരു ശശാങ്കൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കയ്യിൽ എനിക്ക് എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രണവിൻ്റെ കയ്യിൽ നിന്ന് ശശാങ്കിൻ്റെ കയ്യിലേക്ക് പോയാൽ മാത്രം അത് ലോജിസ്റ്റിക്സ് ആവുകയില്ല. പ്രണവിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്, എത്രയാണ്, ശശാങ്കൻ അതിനകത്ത് എത്ര വേണം. ഉദാഹരണത്തിനകത്ത് എൻ്റെ കയ്യിൽ 10 കിലോ മാങ്ങ ഇരിപ്പുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു പോയി. പ്രണവിൻ്റെ കയ്യിലിരിക്കുന്ന 10 കിലോ അൽഫോൻസ മാംഗോ. ശരിക്കും എനിക്ക് ആ ഒരു പേര് മാത്രമേ അറിയത്തുള്ളൂ. ബൈ ദ വേ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കെങ്ങാണ് ഹിന്ദി കയറി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഫുള്ള് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന 10 കിലോ അൽഫോൻസോ മാംഗോയിൽ നിന്ന് ഒരു 4 കിലോ മാങ്ങ നമ്മൾ ശശാങ്കന് വേണം. ഈ 4 കിലോ മാങ്ങ ശശാങ്കൻ്റെ കയ്യിലേക്ക് കേടാവാതെ കറക്റ്റ് 4 കിലോ അളന്ന് ഒരു വില പറഞ്ഞ് നിശ്ചയിച്ച് ഒരു സ്ഥലം പറഞ്ഞ് നിശ്ചയിച്ച് ആ മാങ്ങകളെ സുരക്ഷിതമായി ശശാങ്കൻ്റെ കയ്യിൽ ശശാങ്കൻ പറഞ്ഞ സമയത്ത് ശശാങ്കന് കഴിക്കാൻ പറ്റുന്ന ഭാവത്തിൽ ഞാൻ എത്തിക്കണം. അല്ലാതെ ഒരു കവറിനകത്ത് പൊതിന് കെട്ടി വലിച്ചു പറിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് മാങ്ങയെല്ലാം ചതഞ്ഞ് ചാളിഞ്ഞ് അവിഞ്ഞ് ഒരു പരിവായിരിക്കുന്നത്. ശശാങ്കൻ ഓർഡർ ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇതിനെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാനത്തിന് ഒരു സാധനത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട്സിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും. റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് കണ്ടീഷനിൽ, റൈറ്റ് സ്ഥലത്ത്, റൈറ്റ് ടൈമിൽ, റൈറ്റ് കസ്റ്റമറിൽ, റൈറ്റ് വിലയിലെത്തിക്കണം. അവിടെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
ചിലപ്പോൾ ഒരു 1000 kg കയറാൻ പറ്റുന്ന ഒരു ട്രക്കിന്റെ അകത്ത് 2000 kg സാധനങ്ങൾ നിറച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ട്രക്ക് വേണമെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് മറിയാൻ ചാൻസ് ഉണ്ട്. കോൾഡ് സ്റ്റോറേജ് ഉള്ള ഒരു വെയർ ഹൗസ്, കോൾഡ് സ്റ്റോറേജ് ഉള്ള വെയർ ഹൗസ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പല പച്ചക്കറികളും പലഹരി സാധനങ്ങളും എന്താണ് പറയുക, ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലതൊക്കെ പെട്ടെന്ന് കേടാവാതിരിക്കാൻ ഭയങ്കര വലിയ വലിയ AC ഒക്കെ വെച്ച് പിടിപ്പിച്ച് വെയർ ഹൗസ് അല്ലെങ്കിൽ ഫാക്ടറികൾ ഗോഡൗൺ കാണും. അതിൻ്റെ അകത്ത് എത്ര കിലോ സാധനങ്ങളെ വെക്കാവുള്ളൂ എന്നുണ്ട്. അതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ കുത്തിക്കയറ്റിയ വെയർ ഹൗസിൽ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് തണുപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന പച്ചക്കറികളും മറ്റതും മറിച്ചതെല്ലാം അഴുകിപ്പോവും. പറഞ്ഞ സമയത്ത് എത്തിച്ചില്ലെങ്കിലോ അതടുത്ത പ്രശ്നം. സോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പുറകെ ഞാൻ ഇവിടെ മേളിൽ പറഞ്ഞു റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് കണ്ടീഷൻ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? എൻ്റെ 3ാമത്തെ പോയിന്റ് വായിച്ച് നോക്കുക. റൈറ്റ് വെയർ ഹൗസിങ്, കറക്റ്റായി സാധനങ്ങളെ സൂക്ഷിക്കുക, കളക്ട് ചെയ്തുകൊണ്ട് വന്ന് കറക്റ്റായിട്ട് അടുക്കി അതിനെ നല്ല രീതിയിൽ വെച്ച് നല്ല ഇൻവെൻറ്ററി പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്ത് ഹാൻഡിലിങ് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പാക്കേജ് ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരെ ഇൻഫോം ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണം. അതാണ് ലോജിസ്റ്റിക് മാനേജർ. എൻ്റെ നാട്ടിലെ ഉണ്ണിയപ്പത്തിൻ്റെ ബിസിനസ്സാണ് എൻ്റെ മമ്മി പപ്പയ്ക്ക്. ഉണ്ണിയപ്പം മാത്രമല്ല, പക്ഷെ നമ്മൾ ഉണ്ണിയപ്പത്തിനാണ് തുടങ്ങിയത്. ഉണ്ണിയപ്പം, നെയ്യപ്പം, അച്ചരപ്പം, മുന്തിരിക്കൊത്ത് എന്നിവ സാധനങ്ങൾ കുടുംബശ്രീയിലുള്ള ആൻറ്റിമാരെയും കൊണ്ട് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഉണ്ടാക്കി നമ്മൾ വിൽക്കുന്നു. ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനത്തിന് 3 ദിവസത്തെ ഡേറ്റേ ഉള്ളൂ. ബൈ ദ വേ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കടയിലൊക്കെ പോയി പാക്കറ്റ് സാധനങ്ങൾ മേടിക്കാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രം ഡേറ്റ് ഉള്ള സാധനങ്ങൾ മേടിച്ച് തിന്നുന്നത് കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം കുറച്ച് ഡേറ്റുകളിൽ മാത്രം നിൽക്കുന്ന സാധനത്തിൽ വരുന്നതാണ് ഈ ഉണ്ണിയപ്പം പോലത്തെ സാധനങ്ങൾ. അപ്പോൾ ആർക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് കെമിക്കൽ ഇട്ട് നിങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. അത് കാരണം നിങ്ങൾക്കറിയാം ഉണ്ണിയപ്പം 2-3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന സാധനമല്ല. പക്ഷേ കേക്കും മറ്റേതും മറിച്ചതൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് അവർക്ക് ഇഷ്ടംപോലെ കെമിക്കൽ വരിയിടും. നമുക്ക് അറിയത്തുമില്ല ഈ കേക്ക് എത്ര ദിവസം വരെ നിൽക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഉണ്ണിയപ്പം എന്ന സാധനം നമ്മൾ വിൽക്കുന്നു 3 ദിവസത്തേക്കാണ് വിൽക്കുന്നത്. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് അറിയാവോ? നാളെ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് വൈകിട്ട് എൻ്റെ ഫാക്ടറിയിലെ ആൻറ്റിമാർ ഫാക്ടറിയുടെ അകത്ത് തന്നെ അരി പൊടിപ്പിക്കുന്ന മെഷീനുണ്ട്. ആ മെഷീനകത്ത് അരി പൊടിപ്പിച്ച് എടുത്ത് നിങ്ങൾ ഈ കടയിലൊക്കെ കണ്ടിട്ടില്ലേ വലിയ ഫ്രിഡ്ജ്, അങ്ങനെ ഒരു ഫ്രിഡ്ജുണ്ട് നമ്മളെ ഫാക്ടറിയിൽ. അതിനകത്തോട്ട് ഇറക്കി വെച്ച് പിന്നെ അതിനെ എടുത്ത് മാവിളക്കുന്ന മെഷീനകത്ത് ഇട്ടിട്ട് ശർക്കരേനെ പാനിയാക്കി രണ്ടിനെ ഇളക്കി പിന്നെ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. ഫുൾ രാത്രി അത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നതിന് ശേഷം അത് പ്രോപ്പറായിട്ട് മാവ് റെഡി ആവുക, അതിന് മാവ് പുളിക്കാൻ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. റെഡി ആകുമ്പോഴത്തേക്ക് പിന്നെ ആയിരിക്കും അതിനെ കോരിയെടുത്ത് ഇങ്ങനെ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് ഒഴിച്ച് ഒരു 10-20 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് പുറത്തെടുക്കും. അപ്പോൾ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന സാധനം അത് അതേപോലെ പാക്കറ്റിനകത്ത് എടുത്തിടാൻ പറ്റത്തില്ല. ചൂട് സാധനം എണ്ണയിൽ മുങ്ങിക്കിടക്കും. പിന്നെ അതിനെ എടുത്ത് വേറൊരു ടേബിളിനകത്തോട്ട് വെക്കും. അവിടുന്ന് അതിൻ്റെ എണ്ണയെല്ലാം ഊറ്റിപ്പോകുന്നത് വരെ ആ ചൂടൊന്ന് ആറി തണുത്തതിന് ശേഷം പിന്നീട് അതിനൊരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ഇട്ട് അതിനെ പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിക്കും. അതാണ് ഇൻഫർമേഷൻ. ആൾക്കാരെ അറിയിക്കും ഇതെന്താണ് സാധനം, ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതാരാണ് ഉണ്ടാക്കുന്നത്, ആൻഡ് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ കോണ്ടാക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാം റെഡി ആക്കുമ്പോഴായിരിക്കും നമ്മളുടെ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം റെഡി ആവുന്നത്. പറയാൻ എന്തുവാ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. പക്ഷെ ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങണം പണി, എന്നാലേ ഇന്ന് രാവിലെ ഉണ്ണിയപ്പം റെഡി ആവത്തുള്ളൂ. ആൻഡ് ഇന്ന് രാവിലെ റെഡി ആവുന്ന ഉണ്ണിയപ്പം വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? എൻ്റെ വീട്ടിൽ പണ്ട് ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ ഇപ്പം വീട്ടിലില്ല. എൻ്റെ പൊന്നു രാവിലെ ഒരു 5:30 കഴിയുമ്പോഴത്തേക്ക് ഓട്ടോറിക്ഷയും വാനും ഒമിനിയും കൊണ്ടൊക്കെ എല്ലാവരും ഇടിച്ചു കയറി വരും. അവരുടെ വണ്ടിക്കകത്ത് സാധനം കയറ്റി വെച്ച് കൊണ്ട് വിൽക്കാനായിട്ട്. ഇവന്മാരുടെ ബഹളം കണ്ട കാരണം ഞാൻ എഴുന്നേക്കുന്നതാണ്. എൻ്റെ ബെഡ്റൂമിൻ്റെ അടുത്തായിരുന്നു ഫാക്ടറി. അങ്ങനെ ഇവർ വന്ന് സാധനങ്ങളെല്ലാം കയറ്റി പറക്കി വെച്ച് അവർ കറക്റ്റ് സമയത്ത് കറക്റ്റ് കടകളിൽ കൊണ്ടുപോകും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ കടകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കടയിൽ എന്തുമാത്രം സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ ഈ അധികം നാൾ ഡേറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ കൂടെ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം പോത്തില്ല. ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനം 3 ദിവസം കൊണ്ട് കേടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഉണ്ണിയപ്പത്തിനെ കൗണ്ടറിന്റെ ഏറ്റവും അടുത്ത് കസ്റ്റമറിന്റെ കണ്ണിന് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും.
ഞാൻ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കഥ പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ ഉണ്ണിയപ്പം കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. കടയുടെ അകത്ത് കയറി കറക്റ്റ് സ്ഥലത്ത് നമ്മൾ പാക്കറ്റ് കൊണ്ടുവന്ന് വെക്കും. കാരണം അവിടുന്ന് ലേശം മാറി ബിസ്ക്കറ്റിൻ്റെയും മിക്സറിൻ്റെ ഒക്കെ സെഷനിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ 30-40 ദിവസം ഇരിക്കുന്ന സാധനമാണ്. ഉണ്ണിയപ്പം അതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകും. അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് ഉണ്ണിയപ്പം പാക്കറ്റ് പ്ലേസ് ചെയ്യണം, പെട്ടെന്ന് ഒരാളുടെ കണ്ണെത്തത്തക്ക രീതിയിൽ. ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനത്തിന് വേറൊരു പ്രശ്നം, എൻ്റെ പ്രായമുള്ള പിള്ളേരാരും ഉണ്ണിയപ്പം മേടിച്ച് കഴിക്കത്തില്ല. പക്ഷെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പം വളരെ നല്ലതാണ്, ഞാൻ വാരിപ്പറക്കി തിന്നും. പക്ഷെ പൊതുവെ എൻ്റെ പ്രായത്തിലെ പിള്ളേർ തിന്നുക ഇല്ല. ഉണ്ണിയപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആർക്കാണ്? ഉണ്ണിയപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇച്ചിരി കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് ഉണ്ണിയപ്പം ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതിപ്പോൾ നമ്മൾ ഷെൽഫിലോ കൗണ്ടറിലോ ഇച്ചിരി ഹൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് ഈ പ്രായമായി വരുന്ന ആൾക്കാർ അതിനിങ്ങനെ എത്തി നോക്കി അതിനകത്ത് കാണത്തില്ല. അപ്പോൾ ഈ പ്രായമായ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം എത്താൻ വേണ്ടി ഉണ്ണിയപ്പം പാക്കറ്റ് കൗണ്ടറിൽ നിന്ന് കുറച്ചും കൂടെ പുറത്തോട്ട് തള്ളി നീക്കി വെക്കും. ഇപ്പോൾ പ്രായമായ ആൾക്കാർ വന്നാലും വേണ്ട ഉണ്ണിയപ്പം ഇരിക്കുന്നു എന്ന് പറയും. എത്രയും തലയും കുത്തി മറിഞ്ഞിട്ടാണ് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വിറ്റുപോകുന്നത്. അതും സാധാരണ ചപ്പാത്തി അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ആൾക്കാർ വളരെ കളർ പ്രിൻ്റുള്ള നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക് പാക്കറ്റിനകത്ത് പാക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ വളരെ സാധാരണ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് പാക്കറ്റിനകത്തൊക്കെ കൊടുക്കുന്നത്. കാരണം എന്താ പറയുക, കറക്റ്റായിട്ട് ഉണ്ണിയപ്പം കണ്ടറിയാൻ. പിന്നെ അതിനകത്ത് കുറച്ച് സ്പേസ് വിട്ടേക്ക്. എന്തിനാണെന്നറിയാമോ? ആൾക്കാർക്ക് ഉണ്ണിയപ്പം നെക്കി നോക്കാൻ. ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനം എല്ലാവരും നെക്കി അതിൻ്റെ സോഫ്റ്റ്നെസ് നോക്കിയിട്ടാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇത്രയും കോലാഹാരങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ണിയപ്പം വിറ്റ് പോകുന്നത്. സോ നമ്മളുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ബിസിനസ് ജേണിയിൽ ആദ്യത്തെ 3-4 വർഷം നമ്മൾ ഓൾമോസ്റ്റ് പൊട്ടിപ്പൊളിഞ്ഞ് ബിസിനസ് പൂട്ടേണ്ട അവസ്ഥ വരെ വന്നതായിരുന്നു. പക്ഷെ എന്തു പറ്റി? സാധാരണ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആൾക്കാർ വിചാരിക്കും നല്ല ഒരു പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. ഈ നല്ല പ്രൊഡക്റ്റിനെ ശരിയായ കസ്റ്റമേഴ്സ്, ഞാൻ നേരത്തെ എന്തോ പറഞ്ഞേ, എന്നെപ്പോലെ പ്രായമുള്ള ആൾക്കാർ ഉണ്ണിയപ്പം മേടിച്ച് തിന്നുവോ? ഇല്ല. വലിയ കഫേയിലൊക്കെ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് വെച്ചാൽ വിറ്റ് പോവോ? ഇല്ല. ചായക്കടകളിൽ പോലത്തെ സ്ഥലങ്ങളിൽ പ്രായമായ ആൾക്കാരുടെ കണ്ണ് എത്തിപ്പെടാൻ പറ്റുന്ന രീതികളിൽ പച്ചക്കറി കടകളിൽ വരെ നമ്മൾ ഉണ്ണിയപ്പം വയ്ക്കും. സ്ത്രീകൾ പച്ചക്കറി മേടിക്കാൻ വരുമ്പോൾ 2 പാക്കറ്റ് മേടിച്ചുകൊണ്ടു. അതേപോലെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കി വെച്ച്, കോളേജിൻ്റെ അടുത്ത് ഉണ്ണിയപ്പം പാക്കറ്റ് വെക്കത്തില്ല, പക്ഷെ സർക്കാർ സ്ഥാപനങ്ങളുടെ അടുത്ത്, ബാങ്കിൻ്റെ അടുത്തൊക്കെ ഉണ്ണിയപ്പം വെക്കും. കാരണം എന്താ, അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സ്ത്രീകൾ പുരുഷന്മാർ അവരെന്തെങ്കിലും സാധനം മേടിക്കാൻ കയറുമ്പോൾ പെട്ടെന്ന് കാണാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഉണ്ണിയപ്പം വിറ്റുപോകുന്നത്. സോ ഇതാണ് കംപ്ലീറ്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ താഴോട്ട് നോക്കാൻ പോകുന്ന സകലമാന കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞതിൻ്റെ തന്നെ വലിച്ചു നീട്ടി ഇച്ചിരിയും കൂടെ ഇംഗ്ലീഷിനകത്ത് പല പല പേരുകൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ ലോജിസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയും. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷൻ, എന്ന് പറഞ്ഞാൽ എന്താണ്, അകത്ത്. ഓക്കെ, അപ്പം നമ്മളുടെ ഫാക്ടറി അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തോട്ട് സാധനങ്ങളെ കൊണ്ടുവരിക, ഇൻസൈഡ്, ഇൻബൗണ്ട്. നമ്മൾ അകത്തോട്ട് കൊണ്ടുവരുന്നു, നമ്മൾ സപ്ലൈസിൽ നിന്ന് മേടിച്ചുകൊണ്ടു നമ്മളുടെ ഫാക്ടറി അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുന്നു. അതിനുശേഷം പിന്നെ ഔട്ട് ബൗണ്ട് തന്നെ. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തോട്ട് സാധനങ്ങൾ എടുത്ത് ഇടുക അല്ലെങ്കിൽ പുറത്തെടുത്ത് കൊടുക്കുക. അപ്പം ഔട്ട് ബൗണ്ട് ആയിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഫാക്ടറിയുടെ അകത്തിരിക്കുന്ന സാധനങ്ങൾ, ഗുഡ്സ് നമ്മൾ പുറത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും റീറ്റെയിലേഴ്സിനും കസ്റ്റമേഴ്സിനും കൊടുക്കുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സിൻ്റെ 2 പദങ്ങളാണ്. ഇതുകൂടാതെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നും പറഞ്ഞൊരു സംഭവം. റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ണിയപ്പം വിൽക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഈ പലപ്പോഴും കടകളിൽ നമ്മൾ ഉണ്ണിയപ്പം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം വിറ്റുപോകത്തില്ല. ഒരു കടയിൽ 10 പാക്കറ്റ് ഉണ്ണിയപ്പം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 8 പാക്കറ്റേ വിറ്റുപോകത്തുള്ളൂ, ബാക്കി 2 പാക്കറ്റ് വിറ്റുപോകത്തില്ല. അപ്പം നമ്മൾ പിന്നെ പിറ്റേന്ന് ദിവസം പോകുമ്പോഴത്തേക്ക് ആ 2 പാക്കറ്റ് ഉണ്ണിയപ്പം തിരിച്ചെടുത്തിട്ട് അതിന് പകരം 2 പാക്കറ്റ് പുതിയ ഉണ്ണിയപ്പം നമ്മളങ്ങ് വെച്ചു കൊടുക്കും. നഷ്ടം എനിക്കാണ്, കാരണം 2 പാക്കറ്റ് ഉണ്ണിയപ്പം വിറ്റു പോകാത്തത് കൊണ്ട് ഞാൻ 2 പാക്കറ്റ് ഉണ്ണിയപ്പം മാറി കടക്കാരന് വെച്ചു കൊടുക്കുന്നു. അപ്പം ഇതേപോലെ പലപ്പോഴും നമ്മൾ കൊണ്ടുകൊടുക്കുന്ന സാധനങ്ങൾ ലോജിസ്റ്റിക്സ് റിട്ടേൺ ആവും, അതിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ പറ്റും, റിപ്പയർ വരും, റീസൈക്ലിംഗ് വരും.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഉണ്ണിയപ്പം ബിസിനസ് തുടങ്ങിയ സമയത്ത് എൻ്റെ അപ്പ, അതൊക്കെ ഭയങ്കര ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരും. എത്ര കഷ്ടപ്പെടുന്നറിയാം എൻ്റെ മമ്മി പപ്പയൊക്കെ. പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് IIT റുടുക്കിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വലിയ എഞ്ചിനീയറാണ്. ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് ബിസിനസ് ചെയ്യണമെന്നൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെ പപ്പ ജോലിക്കൊന്നും പോവാതെ ബിസിനസ്സിൽ വന്നു. അപ്പോൾ തുടക്ക സമയത്ത് ഈ മീൻകാരെ പോലെ ഈ സ്കൂട്ടറിനകത്ത് മീൻ വിൽക്കുന്ന പോലത്തെ ചട്ടിയല്ലല്ലോ മറ്റേ ട്രേ എടുത്ത് വെച്ച് അതിനകത്ത് ഇങ്ങനെ 100 പാക്കറ്റ് ഉണ്ണിയപ്പൊക്കെ അടുക്കി വെച്ചിട്ട് കൊണ്ടു നടന്ന് വിൽക്കുമായിരുന്നു. അപ്പം ഉണ്ണിയപ്പം വിൽക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിയും ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചപ്പാത്തിക്കാരൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു കളിയാക്കുന്നത് എൻ്റെ അപ്പൻ. പക്ഷേ ഞാൻ ആക്ച്വലി അതല്ല പറഞ്ഞു വന്നേ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പപ്പ ഇതേപോലെ ഇങ്ങനെ ഉണ്ണിയപ്പവും ചപ്പാത്തിയായിട്ടൊക്കെ പോകുമ്പം 100 പാക്കറ്റ് ഉണ്ണിയപ്പമായിട്ട് സ്കൂട്ടറിനകത്ത് പെട്ടി നിറച്ച സാധനങ്ങളായിട്ട് പോകും. ഫുൾ ഡേ കറങ്ങി നടന്നതിന് ശേഷം പപ്പ തിരിച്ചു വരുമ്പം ആ പെട്ടി നിറഞ്ഞിരിക്കും. സംഭവം എന്താണെന്നറിയാമോ? സാധനം വിറ്റുപോകാത്തതല്ല, വിറ്റുപോയി. പക്ഷെ അതെല്ലാം റിട്ടേൺ ആയിരുന്നു. നമ്മൾ കടകളിൽ കൊണ്ടുവന്ന് വെച്ചതൊക്കെ അതേപോലെ വിറ്റുപോകാനായിട്ട് ഏറ്റവും പുതിയ സാധനങ്ങളെല്ലാം തിരിച്ചു വെച്ചിട്ട് റിട്ടേൺ കൊണ്ടുവരികയായിരുന്നു. നമ്മൾ പിന്നെ അതെടുത്ത് ആരെങ്കിലുമൊക്കെ പശുവിന് കൊണ്ടു കൊടുക്കാനോ ആടിന് കൊണ്ടു കൊടുക്കാനോ ഒക്കെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഉണ്ണിയപ്പം ബാക്കി വരുമ്പോൾ പിന്നെ വൈകുന്നേരം എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും. സങ്കടമാണ്. കാരണം ഇത്രയും വില പിടിപ്പുള്ള എണ്ണയും ശർക്കരയും എല്ലാം എടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം വിറ്റ് പോവാതെ തീയിട്ട് കത്തിച്ചുണ്ടാക്കണം. പക്ഷെ എല്ലാ ബിസിനസ്സിലും ഉണ്ട്. ഞാൻ ഇന്ന് പറയട്ടെ, പപ്പ സ്കൂട്ടറിലൊന്നല്ല പോകുന്നത്, വീട്ടിൽ 2-3 കാറുണ്ട് നമുക്ക്. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ആൾക്കാർ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകും. പപ്പയ്ക്കും മമ്മിക്കും അനങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. അവർ സുഖമായി അവരുടെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നു. സോ അതൊരു കാര്യമാണ്. കുറേ വർഷം അവർ കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പണക്കാരാണ് നമ്മൾ. അന്ന് കളിയാക്കിയ ആൾക്കാരുടെ ഭാര്യമാർ ഇപ്പം നമ്മുടെ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. സോ അതൊരു രീതിയുണ്ട്. അതിവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, ഒരിക്കലും നിങ്ങളിങ്ങനെ വിട്ടു പോരുത്, ലൈഫിൽ പുറകോട്ട് പോരുത്. സോ ഇതേപോലെ ചിലപ്പോൾ റിട്ടേൺ വരും. അപ്പോൾ അതിനെയാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നമ്മളായിട്ട് വിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ സൂക്ഷിച്ച് വിൽക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ മൂന്നാമൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നു. ഉണ്ടാക്കുന്ന വേറൊരാൾ വേറൊരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് 2 കമ്പനികളെ ചേർത്ത് കൊടുക്കുന്നു. ഒരു മിഡിൽ മാൻ പോലെ ഈ കമ്പനിക്ക് ഈ സാധനം വേണം, നമ്മളൊരു കൺസൾട്ടൻ്റ് പോലെ അവിടെ നിന്ന് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നു, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഉദാഹരണത്തിനകത്തൊരു ബ്രോക്കർ പണി എന്ന് ചിന്തിച്ചാൽ, എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പെണ്ണ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ബ്രോക്കർ വന്ന് എന്നെയും വേറൊരു പെണ്ണിനെയും കൂടെ സെറ്റാക്കി തരുന്നുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കുന്നു. ഏറെക്കുറെ അതേ ടൈപ്പ് പണിയാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, 3PL എന്ന് പറയും. പിന്നെ ടെസനം ഗ്രീൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ലോജിസ്റ്റിക്സ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എടുക്കുന്നതെല്ലാം വളരെ മിനിമമായിട്ട് എൻവയോൺമെൻറ്റ് ഡാമേജ് ഒന്നും ഇല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എൻവയോൺമെൻറ്റ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സാധനം വിൽക്കാൻ പോയി ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം തന്നെ പ്ലാസ്റ്റിക് കവറിലിട്ട് കൊടുക്കുന്നത്. അതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല. നമ്മൾ ഒത്തിരി ശ്രമിച്ചാണ് പ്ലാസ്റ്റിക് അല്ലാത്ത വേറെ വല്ലതും കവറിലിട്ട് കൊടുക്കാം, പക്ഷേ നിവൃത്തിയില്ല. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ പ്ലാസ്റ്റിക് കവർ ഇതുവരെ ബാൻ ചെയ്തിട്ടില്ല ഗവൺമെൻറ്, അതുകൊണ്ട് നമുക്ക് ലീഗലി വിൽക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ഒത്തിരി വരുന്നുണ്ട്. പിന്നെ ഒത്തിരി വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പൊല്യൂഷൻസ് ഒത്തിരി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന്. പക്ഷെ വേറെ പല ബിസിനസ്സുകാരുണ്ട്, അവർ പല ബിസിനസ് ചെയ്യുന്നതും വളരെ സസ്റ്റൈനബിൾ ആയിട്ട് വളരെ ഗ്രീൻ ആയിട്ടുള്ള ബിസിനസ്സാണ്. അവർക്ക് ആ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അധികം പൊല്യൂഷൻ ഒന്നും ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് പ്രകൃതിക്ക് മറിച്ച് ഗുണമേ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലൊരു ഉദാഹരണം ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരായിരുന്നു. പ്രകൃതിക്ക് ഗുണമുണ്ടാവുന്ന ബിസിനസ്സുകൾ ഇപ്പം നമ്മൾ ബിസിനസ് അല്ല, ആക്ച്വലി ലോജിസ്റ്റിക്സ്. ബിസിനസ് ഇടയ്ക്ക് വന്നു പോകുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ, എനിക്ക് ഉദാഹരണം കിട്ടുന്നതിന് നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. പിന്നെ ഈ താഴോട്ട് കൊടുത്തിരിക്കുന്ന നോട്ടെല്ലാം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ തന്നെ തിരിച്ചു മറിച്ചും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് വരുന്നതാണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ എന്തുവാന്ന് ചോദിച്ചോണ്ട്
സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു കാര്യം ഓർഡർ ചെയ്യുന്നു, ഒരു ഡിമാൻഡ് അവിടെ ഉണ്ട്. ഡിമാൻഡ് സ്റ്റാർട്ടായി. എന്തൊരു സാധനം ഡിമാൻഡ് അനുസരിച്ചാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പം നമ്മൾ ഉണ്ണിയപ്പം വിൽക്കുന്നു, ആൾക്കാരുടെ ഡിമാൻഡ് ചിലപ്പോൾ ഉണ്ണിയപ്പം വേണമെന്നല്ല, പക്ഷെ ഒരു സ്നാക്ക് വേണം, എന്തെങ്കിലും ചായയുടെ കഴിക്കാൻ ഒരു കടി വേണം, അതാണ് ഡിമാൻഡ്. ഇതേപോലെ ഒരു ഡിമാൻഡ് സ്റ്റാർട്ടാവും. ഡിമാൻഡ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രൊസീജിയറാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം നമ്മൾ ആ സാധനത്തിന് വേണ്ടുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഔട്ട്സോഴ്സിങ് ചെയ്യുന്നു. അല്ല, നമ്മൾ ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ സാധനങ്ങളൊക്കെ പോയി കണ്ടുപിടിക്കുന്നു, മേടിക്കുന്നു, മനസ്സിലാക്കുന്നു, റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നു, സപ്ലൈസ് നിന്ന് കൊണ്ടുവരുന്നു, പിന്നെ അതിനെ ഇൻബൗണ്ട് ചെയ്യുന്നു, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് ഈ സാധനങ്ങളൊക്കെ ഫാക്ടറി കൊണ്ടുവരുന്നു, അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഇൻവെൻറ്ററിയെ മാനേജ് ചെയ്യുന്നു, ഓർഡറിനെ പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട് ബൗണ്ട് ചെയ്യുന്നു. ഏറ്റവും അവസാനം കസ്റ്റമർ സർവീസ്, കസ്റ്റമർ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 8 സ്റ്റെപ്പിലാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് നടക്കുന്നത്. ആദ്യമേ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നു, പിന്നെ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കുന്നു, പിന്നെ സാധനങ്ങളെ കൊണ്ടുവരുന്നു, കൊണ്ടുവന്ന സാധനത്തിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്തൊക്കെ വെച്ച് ഇൻവെൻട്രി ഒക്കെ മാനേജ് ചെയ്തതിന് ശേഷം ഓർഡർ അനുസരിച്ച് നമ്മൾ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഫീഡ്ബാക്ക് എടുക്കും. ഇത് അത്യാവശ്യം ബിസിനസ്സിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താണ് പ്രൊക്യൂർമെൻറ്റ്? മൂന്നാമത്തെ ടോപ്പിക്കാണ്. എന്താണ് പ്രൊക്യൂർമെൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യുക, നമ്മളൊരു സാധനം പോയതിന് ശേഷം നമ്മൾ ആ മെറ്റീരിയൽസിനെ എങ്ങനെ എടുക്കുക, നമ്മൾ പ്രോപ്പറായിട്ട് മെറ്റീരിയൽസിനെ എങ്ങനെയാണ് നമുക്ക് കൈവശമാക്കാൻ പറ്റുന്നത്, ലോജിസ്റ്റിക്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രൊജക്റ്റിലാണ്. ഞാൻ ഉത്തർപ്രദേശിൽ ടാറ്റ കമ്പനിയുമായിട്ട് ചേർന്ന് വേറൊരു ആശുപത്രിയായിട്ട് ചേർന്നൊരു പ്രൊജക്റ്റ് ചെയ്യുക. സോ ഇന്ന് രാവിലെ തൊട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളിൽ കറങ്ങി ബൈക്കിൻ്റെ ഷോറൂമിൽ. സോ നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ വലിയ വലിയ സ്ഥാപനങ്ങളിൽ വിലപിടിപ്പുള്ള എന്തൊരു സാധനം മേടിക്കണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് പോയി ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇപ്പം എനിക്കിവിടെ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ആവശ്യമായിട്ട് 6 പുതിയ ബൈക്ക് മേടിക്കണം ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. ആ ബൈക്കുകളെല്ലാം കൂടെ കുറച്ച് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ജില്ലയിലുള്ള ടോപ്പ് 3 ബൈക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് 3 ആയിട്ടുള്ള, ഇപ്പം എനിക്ക് വേണ്ടുന്നത് പൾസർ ബൈക്കാണെന്നുണ്ടെങ്കിൽ പൾസർ ബൈക്ക് വിൽക്കുന്ന 3 വലിയ ഷോറൂമുകളിൽ പോയി ആ ബൈക്കിൻ്റെ ഒരു കൊട്ടേഷൻ ഞാൻ എടുക്കും. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളിൽ നിന്ന് 6 ബൈക്ക് മേടിക്കണം, ഈ 6 ബൈക്കിന് എത്ര രൂപയാവുമെന്ന് നിങ്ങൾ നോക്കി എണ്ണി ഒരു വില പറഞ്ഞു തരണം. ഈ 3 വില അവർ തരും. ഈ 3-ലെ ഏറ്റവും വില കുറവും ഏറ്റവും നല്ല ഡീൽ ഏതാന്ന് തോന്നും ആ ഡീല് പിന്നെ ഞാൻ ഉറപ്പിക്കും. ഇതേപോലെ അതാണ് ഇവിടെ ഓപ്പൺ ടെൻഡർ എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരു വീട് പണിയാൻ പോകുന്ന സമയത്ത്, പെയിന്റ് അടിക്കാൻ പോകുന്ന സമയത്ത് 4 പേരോട് ചോദിക്കും. എന്തൊരു സാധനം ചെയ്യാൻ മേടിക്കാൻ പോകുന്നതിന് മുമ്പ് 4-5 പേരോട് നിങ്ങൾ ചോദിച്ച അഭിപ്രായം തേടിയിട്ടല്ല ചെയ്യുന്നത്. സോ അതാണ് ഈ സംഭവം. നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യമേ പ്രൊക്യൂർമെൻറ്റ്, സാധനത്തിന് എങ്ങനെയാണ് കൈവശത്താക്കുന്നത് ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച്. നിങ്ങളൊരു സാധനത്തിൻ്റെ വില ഒരു സ്ഥലത്ത് മാത്രമല്ല 4-5 സ്ഥലത്ത് തിരക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു വില ഉറപ്പിക്കുകയോ ഇല്ല, ഒറ്റയടിക്ക് ഉറപ്പിക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നെഗോഷിയേറ്റ് ചെയ്യും. ഞാൻ ബൈക്ക് മേടിക്കാൻ, ഞാനിന്ന് പറഞ്ഞില്ല ഒത്തിരി കറങ്ങിയെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ 3 സ്ഥലത്ത് നിന്ന് എനിക്ക് വേണ്ടുന്ന ബൈക്കുകളുടെ കൊട്ടേഷൻ എടുത്തായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ സാറുമായിട്ട് ഓരോ ഷോറൂമിലും പോയി അവിടുത്തെ ബൈക്കിൻ്റെ ഷോറൂമിൻ്റെ മാനേജറിനെ കണ്ട് സംസാരിച്ച് ബൈക്കിൻ്റെ വില കുറപ്പിക്കാൻ നോക്കി. അങ്ങനെ കുറപ്പിച്ചു. നമ്മൾ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവർ പറഞ്ഞതിനേൽ കാട്ടിലും 1000-കണക്കിന് രൂപ വില കുറപ്പിച്ചിട്ടാണ് നമ്മൾ ബൈക്ക് മേടിക്കാനായിട്ട് പോകുന്നത്. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നെഗോഷിയേറ്റ് ചെയ്യും. ചിലപ്പോൾ വില ആയിരിക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ സാധനം കുറച്ചും കൂടെ നേരത്തെ എത്തിക്കാനായിരിക്കാം. ഈ എൻ്റെ ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനമൊക്കെ ചില കടകളിലൊക്കെ രാവിലെ വിറ്റുപോകും, ഈ ചായക്കടകളിലൊക്കെ. അപ്പോൾ അവർ പലപ്പോഴും ചില ആൾക്കാരെ നെഗോഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരുടെ സാധനം ഏറ്റവും ആദ്യമേ നമ്മൾ ഉണ്ണിയപ്പം ഡെലിവറി ചെയ്യണമെന്നും പറഞ്ഞു. നമ്മൾ ഈ ഉണ്ണിയപ്പം നെയ്യപ്പം ഉണ്ടാക്കി വെക്കും. അപ്പോൾ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിറ്റുപോകും ഈ ചായക്കടകളിൽ. അപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്യും. ചിലപ്പോൾ സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുവാൻ
അതേപോലെ തന്നെ കറക്റ്റ് സാധനങ്ങൾ കിട്ടുവാനായിട്ട്, ഇന്ന ക്വാളിറ്റിയിൽ കിട്ടുവാനായിട്ട്. ഇപ്പം നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്കറിയാം, ഭക്ഷണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ക്വാളിറ്റി മാറിക്കഴിഞ്ഞാൽ ഫുൾ സാധനം പാളും. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ അല്ലെങ്കിൽ ശർക്കര അതൊന്നും മാറിയാൽ മതി, കമ്പനി മാറിയാൽ മതി, രുചി മാറും, ഉണ്ണിയപ്പത്തിൻ്റെ രുചി മാറും. എന്തിന് നമ്മൾ പാക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറിൻ്റെ ക്വാളിറ്റി, നമ്മൾ പാക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവർ അത്യാവശ്യം കട്ടിയുള്ള ഒരു കവറാണ്, ഇച്ചിരി കൂടെ സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്യാൻ. പക്ഷെ അതേ സെയിം കവർ നമുക്ക് വിലക്കുറവിൽ കിട്ടും, പക്ഷെ ഭയങ്കര ലൂസ് പ്ലാസ്റ്റിക് ആയിരിക്കും. നമുക്ക് ഒത്തിരി പൈസ ലാഭിക്കാം, പക്ഷെ ആ ലൂസ് പ്ലാസ്റ്റിക്കിനകത്ത് ഉണ്ണിയപ്പം ഈ വഴുവഴ ഒന്നത് എണ്ണയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വൃത്തികേടാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ സാധനം കിട്ടാൻ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. പിന്നെ റേറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് എഗ്രി ചെയ്ത റേറ്റിൽ തന്നെ വർക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് സിംഗിൾ അല്ലെങ്കിൽ സോൾ സോഴ്സിങ് എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു സാധനം നമ്മൾ ഒരു ആളുടെ നിന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ. കാരണം ഈ നമ്മുടെ ഈ പല സാധനങ്ങളുണ്ടല്ലോ, അത് ഒരു കടയ്ക്കകത്ത് മാത്രമേ കിട്ടത്തുള്ളായിരിക്കും. അപ്പോൾ അവരായിട്ടൊരു പ്രത്യേക പാർട്ട്ണർഷിപ്പ് നമ്മളങ്ങ് ഉറപ്പിക്കാം. ചില സാധനങ്ങൾ നമുക്ക് എല്ലാ കടകളിലും പോയി കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ ചില സാധനങ്ങളുടെ ഒരു സ്ഥലത്ത് ഒരാൾ മാത്രമേ ഡീലർ കാണുകയുള്ളൂ. അപ്പോൾ അവിടെ പോയി നമ്മൾ പ്രോപ്പറായിട്ട് ആ സപ്ലയറായിട്ട് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് JIT, ജസ്റ്റ് ഇൻ ടൈം പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സമയത്തെത്തി മെറ്റീരിയൽസ് അറൈവ് ചെയ്യുമ്പോൾ തന്നെ അതിനെ പ്രോപ്പറായിട്ട് എടുക്കുക. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്നതിന് ശേഷം കറക്റ്റ് സമയത്ത് എടുക്കാൻ വിട്ടുപോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ആവശ്യമായി ഇതേപോലെ ഒരു സാധനം മേടിക്കുവാനായിട്ട് ഒത്തിരി കൊട്ടേഷനൊക്കെ എടുത്ത് എല്ലാം ഉറപ്പിച്ച് വെച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തത് ജൂൺ മാസം അവസാനമാവാറായപ്പോഴായിരുന്നു. കൊട്ടേഷൻ എല്ലാം എടുത്ത് ഉറപ്പിച്ച് ഞാൻ അക്കൗണ്ടൻ്റായിട്ട് സംസാരിച്ച് സാധനം പർച്ചേസ് ഉറപ്പിക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ സ്റ്റാർട്ടായതും കൊണ്ട് ജൂൺ മാസം പറഞ്ഞ വിലയിലല്ല എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്, ജൂലൈയിൽ സാധനത്തിൻ്റെ വില മാറി. അതുകൊണ്ട് ഞാൻ മേടിക്കണം ഉദ്ദേശിച്ച സാധനം പോലും എനിക്ക് മേടിക്കാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ കറക്റ്റായ സമയത്തെത്തി സാധനങ്ങൾ കൈവശമാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേക ഒരു മാറ്റമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈൻ വഴി. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണ് തൊട്ട് ചുമ്മാ പ്രേമിച്ച് കിടക്കാൻ പെണ്ണ് തൊട്ട് സ്വർണം, കാറ്, വണ്ടി, പട്ടി, പട്ടിയുടെ ഭക്ഷണം, എന്ത് സാധനം ഇന്ന് ഓൺലൈനിൽ കിട്ടും. അപ്പം അതുകൊണ്ട് എന്തൊരു സാധനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓൺലൈനിൽ നിന്ന് എടുക്കാം, അതിനും പ്രോപ്പറായിട്ട് കൊട്ടേഷൻ എടുത്ത് ചെയ്യാം. സോ ഇതാണ് ഒരു 4-5 രീതികൾ മെറ്റീരിയൽസ് എങ്ങനെ നമ്മുടെ കൈവശം ആക്കണം എന്നുള്ളതുണ്ട്. പിന്നെ അതിനെ പറ്റിയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്ന, ഒരു ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പർച്ചേസ് ഓർഡർ ഉണ്ടാക്കുക. പർച്ചേസ് ഓർഡറൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഞാൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ ടേബിളിൽ ഇരുന്നത് റെക്കോർഡ് ചെയ്യുന്നത്, എൻ്റെ മുന്നിൽ തന്നെ പർച്ചേസ് ഓർഡറിൻ്റെ ബുക്ക് ഇരിപ്പുണ്ട്. ഈ നമ്മൾ എന്തൊരു സാധനം മേടിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നാൽ മേടിച്ച് കളയാം എന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ല. ഒരു ഓർഡർ ബുക്കുണ്ട്, ആ ഓർഡർ ബുക്കിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്, പിന്നെ അതിനുശേഷം സാറുമാരുടെ സൈൻ ഇടും. ഇപ്പം ഇവിടുത്തെ PF ഞാൻ, അപ്പം എൻ്റെ സൈൻ ഇടും, എന്നിട്ട് പ്രൊജക്ട് ഡയറക്ടറിൻ്റെ സൈൻ ഇടും, പിന്നെ FPOയുടെ സൈൻ ഇടും. നമ്മൾ 3 പേരും ഒപ്പിട്ട് അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിലേക്ക് ഈ പർച്ചേസ് ഓർഡർ പോയി കഴിഞ്ഞാൽ സാധനം മേടിക്കത്തുള്ളൂ. നമ്മുടെ ഒപ്പില്ലെന്നുണ്ടെങ്കിൽ സാധനം മേടിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ പർച്ചേസ് ഓർഡറൊക്കെ ഉണ്ടാക്കി നമ്മളൊരു ബഡ്ജറ്റ് വെച്ച് ആ ബഡ്ജറ്റിൻ്റെ അകത്ത് തന്നെ സാധനങ്ങൾ മേടിച്ച് വരുന്ന സാധനത്തിനെ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്ത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ഗുഡ്സിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കൈവശമാക്കുന്നത്. പലപ്പോഴും ഇൻസ്പെക്ട് ചെയ്യാൻ മടിക്കുന്നതും കൊണ്ട് സാധനങ്ങൾ കറക്റ്റ് സമയത്ത് കിട്ടണമെന്ന് ഇല്ല. ഇപ്പം എനിക്കിവിടെ സംഭവിച്ചൊരു കാര്യം, ഇവിടെ പണ്ടാരടക്കം ഭയങ്കര ചൂടുള്ള സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ റൂമിലേക്ക് ഞാനൊരു കൂളർ പറഞ്ഞായിരുന്നു ഓഫീസിൽ നിന്ന്, അങ്ങനെ അവരെനിക്കൊരു കൂളർ മേടിച്ചു. അപ്പോൾ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വന്ന ദിവസം ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു വ്യക്തിയെ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഞാനും കൂടെ ഒന്ന് നോക്കേണ്ടതായിരുന്നു. കൂളറിൻ്റെ അടിയിലൊരു വീല് വെക്കും, ഒരു പടഭണ്ഡാരം കൂളർ 50-60 ലിറ്ററിൻ്റെ കൂളറാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കൂളർ എനിക്ക് ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറി കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ അടിയിൽ വീല് വേണം, അപ്പം എനിക്ക് എളുപ്പത്തിൽ ഉരുട്ടിക്കൊണ്ട് പോകല്ലോ. അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത്, കടയിലെ ആൾ പറഞ്ഞു, സാറേ വിഷമിക്കണ്ട, കൂളറിൻ്റെ പെട്ടിയുടെ അകത്ത് തന്നെ വീലിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്നാൽ.
ഞാൻ ഇവിടെ വന്ന് കൂളറിന്റെ പെട്ടിയൊക്കെ തുറന്നു നോക്കിയപ്പോൾ കാണാം അതിൻ്റെ അകത്ത് വീലില്ല. എൻ്റെ മിസ്റ്റേക്ക് എന്തുമായിരുന്നു? ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വണ്ടിയിലെടുത്ത് വെച്ചപ്പോഴേ തുറന്നു നോക്കണമായിരുന്നു. ഇൻഫാക്ട് ഞാൻ ഒരാളെ കൊണ്ട് പോയതാണ് സാധനങ്ങൾ ഇൻസ്പെക്ട് ചെയ്യിപ്പിക്കാം, അവനോട് ഞാൻ ഇൻസ്പെക്ട് ചെയ്യാൻ പറഞ്ഞതുമില്ല. അതുകൊണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂളറിൻ്റെ അകത്ത് വീലില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പലപ്പോഴും നമ്മളുടെ ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിനെ ഒത്തിരിയധികം ബാധിക്കും. ഒരു പ്രാവശ്യം നമ്മൾ തുടക്കത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ, നമ്മൾ തുടക്കത്തിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സാധനങ്ങൾ വരുന്നത് പോകുന്നു. ഇപ്പം എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യത്തിൽ തന്നെ ആദ്യമേ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 10:30 ആകുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഹോൾസെയിൽ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ശർക്കരയും, അത് ഒരു ദിവസം തന്നെ എത്ര 1000 രൂപയുടെ സാധനം വരുന്നതെന്ന് അറിയാമോ? 4-5 ചാക്ക് ശർക്കര, 4-5 ചാക്ക് അരി, 4-5 പെട്ടി എണ്ണ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ വന്ന് ഇറങ്ങും. ഇപ്പം വലിയ തലവേദനയില്ല. പക്ഷെ നേരത്തെ കുറച്ച് പാടായിരുന്നു തുടങ്ങിയ സമയത്ത്. പക്ഷെ ഇപ്പം എല്ലാം ഓട്ടോമാറ്റഡായി. അപ്പോൾ വൺസ് നിങ്ങൾ കാര്യങ്ങൾ ഒരു ലൈനിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓട്ടോമാറ്റഡായിട്ട് പ്രോപ്പർലി പൊക്കോളും സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ. പിന്നെ പാർട്ട് 4 ആണ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, പ്രോപ്പറായിട്ട് എങ്ങനെ മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മളൊരു സാധനത്തിനെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിച്ച് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ സാധനം വളരെ സോഫ്റ്റാണ്. നമ്മളത് ഈ ഒരുമാതിരി ചാക്ക ഒന്നിൻ്റെ മുകളിലൊന്ന് പറക്കിയിടുന്നത് പോലെ ഉണ്ണിയപ്പം ഒന്നിൻ്റെ മണ്ടേ ഒന്ന് അങ്ങനെ അടുക്കി വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ താഴത്തെ 4-5 പാക്കറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാം പൊടിഞ്ഞ് ശർക്കര പൊടിഞ്ഞു പോയവരെ പൊടിഞ്ഞു. അതുകൊണ്ട് ഉണ്ണിയപ്പത്തിന് വളരെ സോഫ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി വെയിറ്റ് തന്നെ മണ്ടയിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, വെയിറ്റേജ്, അതിൻ്റെ പൊസിഷൻ കറക്റ്റായ രീതിയിൽ നമ്മൾ അതിൻ്റെ പൊസിഷൻ വെക്കണം. ഈ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം തന്നെ അതിൻ്റെ പാക്കറ്റ് തിരിച്ചും മറിച്ചും ഇടയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് സീൽ ചെയ്ത് വരുന്നത് ആ പാക്കറ്റിനെ അതേപോലെ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഉണ്ണിയപ്പം അത് പ്രോപ്പറായിട്ട് ഇരിക്കത്തില്ല, കാണാൻ ഒരു ഭംഗി കാണത്തില്ല, എണ്ണയെല്ലാം പറ്റി ഒരുമാതിരി ഒരു ലുക്കായിപ്പോയി. ഞാൻ ഒത്തിരി ഉണ്ണിയപ്പത്തിൻ്റെ ഉദാഹരണം പറയുന്നു, നമുക്ക് ഉള്ളൊരു ബിസിനസ്സിൻ്റെ ഉദാഹരണം വെച്ച് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടാണ്. പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തിരിക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റംസ് വന്നിട്ടുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്വയമായിട്ട് മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ പണിക്ക് വെക്കും, പ്രോപ്പറായിട്ട് മെറ്റീരിയലിനൊക്കെ നോക്കിക്കൊണ്ടുപോകാനായിട്ട്. ചിലർ പ്രത്യേക സിസ്റ്റം വെക്കും. ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്, വലിയ വലിയ പെട്ടികളെയൊക്കെ പൊക്കിയെടുക്കുന്ന ഒരു ചെറിയ ക്രെയിനാണ്. ഞാൻ പണ്ട് പഠിപ്പിച്ചിരുന്നൊരു BMW ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ BMW ഒക്കെ പഠിച്ച് തീരാറായപ്പോൾ യൂറോപ്പിൽ ഫോർക്ക് ലിഫ്റ്ററായിട്ട് ജോലി കിട്ടിപ്പോയി. ഇപ്പോഴും അവിടെ തന്നെ ഞാൻ തോന്നുന്നു. പഠിച്ചതുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും ഇതിന് ഫോർക്ക് ലിഫ്റ്റാണ്. ഇനി 2 പല്ലുള്ള ഒരു ക്രെയിൻ, അതിങ്ങനെ വന്നിട്ട് ഒരു പെട്ടിയുടെ അടിയിലോട്ട് കയറി അതിൻ്റെ 2 പല്ലും കൊണ്ട് ആ പെട്ടിയെ പൊക്കി അങ്ങ് എടുക്കും. ഒരു കുട്ടി ആനയെ പോലെ, വലിയ സൈസൊന്നുമില്ല, ചെറിയ ആനയുടെ അത്ര സൈസുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പെട്ടികൾ അങ്ങനെയുള്ള മിഷൻസൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ 5ാമത്തതാണ് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ SCM എന്നും പറയാറുണ്ട്. എങ്ങനെ സപ്ലൈ ചെയിനിനെ ഹാൻഡിൽ ചെയ്യാം? ബൈ ദ വേ, സപ്ലൈ ചെയിൻ എന്താണ്? സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ പ്ലസ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ പ്ലസ് ഇതിനെ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ പ്ലസ് വിൽക്കുന്ന ആൾക്കാർ പ്ലസ് കസ്റ്റമേഴ്സ്, ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് സപ്ലൈ ചെയിൻ. ഓക്കെ, നമുക്ക് ഇപ്പം എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര അരി തരുന്നത് തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് പോകുന്ന അപ്പൂപ്പൻ അമ്മൂമ്മ വരെയുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ സപ്ലൈ ചെയിൻ എന്ന് പറയും. അപ്പം ഈ സപ്ലൈ ചെയിൻ എല്ലാം മാനേജ് ചെയ്യണം. ഞാൻ ഉണ്ണിയപ്പത്തിന് രുചി കൂട്ടണമെന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാനുഫാക്ചറേഴ്സിന് പണി കിട്ടും, ലോജിസ്റ്റിക്സിന് പണി കിട്ടും, കസ്റ്റമേഴ്സിന് പണി കിട്ടും. കാരണം മറ്റുള്ള മേഖലകൾ കറക്റ്റ് ആവുന്നില്ല. അപ്പം എല്ലാ മേഖലകളെ ഒരേപോലെ നല്ല രീതിയിൽ നോക്കിപ്പോണം. അതാണ് ബിസിനസ്സും ജോലിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളിപ്പോൾ ഒരു ജോലിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ജോലി എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ അടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സപ്ലയേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റീറ്റെയിലേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്ലയറിനെ നോക്കണം, മാനുഫാക്ചറിനെ നോക്കണം. നിങ്ങൾ നല്ല പൈസ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് ആളെ വെക്കാം, പക്ഷെ തുടക്കത്തിൽ നിങ്ങൾ തന്നെ ഇതെല്ലാം നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബിസിനസ് ലേശം പാടാന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഈ സപ്ലൈ ചെയിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത്?
അത് ഞാൻ ഈ നേരത്തെ മുതൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് സാധനങ്ങൾ എടുക്കണം, പ്രോപ്പറായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് റേറ്റ് എടുക്കണം, കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു ഡീലും റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കണം, കൊണ്ടുവരുന്ന സാധനങ്ങളെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. അതിലിവിടെ എഴുതിയിട്ടുണ്ട് ഓരോത്തിനും ഓരോ ചെറിയ ചെറിയ ഷോർട്ട് ഫോംസ് WMS TMS ERP എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ പ്രോപ്പറായിട്ട് സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പല വഴികളുണ്ട്. റോഡുണ്ട്, റെയിലുണ്ട്. റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ വഴി കൊണ്ടുപോകുന്നത്. പിന്നെ കടൽ വഴി, കായൽ വഴി, കപ്പലുകൾ വഴി കൊണ്ടുപോകാം. നമുക്ക് ആകാശം വഴി പറത്തിക്കൊണ്ട് പോകാം. പൈപ്പ് ലൈൻ വഴിയുണ്ട്. പൈപ്പ് ലൈൻ എന്താണെന്നറിയാമോ? ഈ ഓയിലും ഗ്യാസും വെള്ളമൊക്കെ കൊണ്ടുപോകാൻ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഇന്ന് ഒരു സംഭവം നടന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു ഭയങ്കര വലിയൊരു സ്ഥലം. UP എന്ന് പറഞ്ഞാൽ കേരളത്തെക്കാട്ടിലും 6 ഇരട്ടി വലുതാണ്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഈ പട്ടിക്കാടിൻ്റെ ഒരു 6-7 കിലോമീറ്റർ ദൂരെ ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ പക്ഷം അദാനി വന്ന് മേടിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ഇപ്പം അദാനി അവിടെ ഒരു പവർ പ്ലാന്റ് ഉണ്ടാക്കുക. ഇന്ന് ആ പവർ പ്ലാന്റിൽ ഒരു ആവശ്യമായിട്ട് പോകണമായിരുന്നു. അദാനിയെ കാണാനില്ല, വേറൊരാളെ കാണാൻ. അപ്പം നമ്മൾ പൊക്കോണ്ടിരുന്നപ്പം ഇങ്ങനെ അവിടെ ഫുള്ള് റോഡ് പണിയെല്ലാം നടക്കുക. വലിയ പവർ പ്ലാന്റ് അല്ലേ. പെട്ടെന്ന് കുറേ ദൂരെ നിന്ന് സെക്യൂരിറ്റി ഗാർഡുമാർ നമ്മളെ പിടിച്ചു നിർത്തി. നമ്മൾ നിന്നു. അവർ പറഞ്ഞു വണ്ടീന് മുന്നോട്ട് എടുക്കല്, വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കാണാം ദൂരെ നമ്മളെ കൺമുഞ്ചിൽ ഒരു 4-5 വലിയ ബോംബ് ടും 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 എന്ന് പറഞ്ഞ് അങ്ങ് പൊട്ടി. എൻ്റെ പൊന്നോ, എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്ന മനസ്സിലായി. പക്ഷെ എത്ര വലിയ ബോംബ് പൊട്ടുമെന്ന് അറിയത്തില്ല. ബോംബെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ കാണാം അവര് ഈ അദാനിയുടെ ഈ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് വലിയ പൈപ്പ് ലൈൻ ഇടുക. അപ്പോൾ ഈ സ്ഥലം ഫുള്ള് പാറയുള്ള ഏരിയ. അപ്പോൾ അവർ ഈ പാറകളുടെ ഇടയ്ക്ക് ബോംബെല്ലാം കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അതിനെ പൊട്ടിച്ച് 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 പോവുക. സോ ഇതേപോലെ തന്നെ വലിയ വലിയ പൈപ്പുകൾ 12 അടി 20 അടി 30 അടി വലിപ്പമുള്ള പൈപ്പുകളൊക്കെ ഇട്ട് എന്ത് ചെയ്യാം, പൈപ്പിലൂടെ നമുക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സാധനങ്ങൾ കയറ്റി ഇറക്കി വെക്കണം, പ്രോപ്പർ ബില്ലുണ്ടായിരിക്കണം, സാധനങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണം. അത് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ 7ാമത്തെ പാർട്ടിൽ വരുന്നത്, ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മുടെ ലോജിസ്റ്റിക്സ് എവിടെ നിന്ന് എങ്ങനെ എത്തുന്നു, ഏത് സമയത്താണ് അത് കയ്യിലേക്ക് എത്തുന്നത്, അത് പ്രോപ്പറായിട്ട് ഡിമാൻഡിനനുസരിച്ചാണ് എത്തുന്നത്. നമ്മൾ ഉണ്ണിയപ്പം വിൽക്കുന്ന കാര്യം പറഞ്ഞില്ലേ, രാവിലെ ഉണ്ണിയപ്പമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിറ്റ് തീർന്നത് എല്ലാവരും വീട്ടിലെത്തുന്ന വൈകുന്നേരമാണ്. ചില കടകളിൽ രാവിലെ ഉണ്ണിയപ്പം എത്തും, ചില കടകളിൽ ഉച്ചയ്ക്ക് ഉണ്ണിയപ്പം എത്തും, ചില കടകളിൽ വൈകുന്നേരം ഉണ്ണിയപ്പം എത്തുന്നു. പക്ഷെ ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനം ആക്ച്വലി എത്തേണ്ടത് രാവിലത്തെ സമയമാണ്. രാവിലെ എത്ര പെട്ടെന്ന് എത്തുന്നു അത്രയും പെട്ടെന്ന് സാധനങ്ങൾ വിറ്റു. വൈകുന്നേരമൊക്കെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആൾക്കാർ വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കടകളിലൊക്കെ വരുന്നത്. പിന്നെ ആരും രാത്രിത്തേക്ക് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് പോകത്തില്ല. പിന്നെ ആരും ചിന്തിക്കുക ഇനിയിപ്പോൾ ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പം അതിൻ്റെ ഫ്രഷ്നെസ് പോകുന്ന ഓർത്ത് ആൾക്കാർ മേടിക്കാറില്ല. അപ്പം അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഉണ്ണിയപ്പം വിറ്റ് പരിചയമുണ്ടായത് കൊണ്ട് നമുക്കറിയാം ഏത് സമയത്ത് ഏത് കടയിൽ ഉണ്ണിയപ്പം വെക്കണം. ഇന്ന കടയിൽ വൈകുന്നേരം വെച്ചാൽ വിറ്റുപോകും, ഇന്ന കടയിൽ രാവിലെ തന്നെ വെക്കണമെന്ന് നമുക്കറിയാം. സോ ഇതേപോലെയൊക്കെ ലോജിസ്റ്റിക്സ് പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻ നമുക്കുണ്ടായിരിക്കണം. എവിടെ എന്ത് സാധനം എപ്പോൾ എത്തിച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റുമോ, അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് സാധനങ്ങൾ വിറ്റ് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ കസ്റ്റമർ സർവീസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കുകൾ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തെടുത്ത് അതനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ എത്ര നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കണം, അത്രയും നല്ല രീതിയിൽ നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വികസിച്ച് മുന്നോട്ട് പോകും. സോ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിനകത്ത് കൊടുത്തിരിക്കുന്നില്ല സമ്മറിയാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് അത്യാവശ്യം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്തോന്ന് മനസ്സിലായിരുന്നു. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ അകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പിടിയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ക്ലാസ്സിലുള്ള ലൈവിലിരിക്കുന്ന സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ഡൗട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന റെക്കോർഡിങ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ മെസ്സേജിനകത്ത് നോ എന്ന് എഴുതിയിട്ടാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കാം.
ലോജിസ്റ്റിക്സിനെ ഒന്ന് സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പറഞ്ഞുതരാൻ പറ്റുമോ? ഒരു ലൈനിൽ ഡെഫിനേഷൻ ആണോ ഈ എക്സാമിന് എഴുതാൻ അല്ല, പറ്റിയത്? നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഡെഫിനിഷൻ സിമ്പിൾ വേർഡില്. ഇത് ചോദിക്കുന്നത് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണോ അതോ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലാവാത്തതും കൊണ്ടും കൂടെയാണോ ചോദിക്കുന്നത്? അല്ല, എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി. പക്ഷെ നമ്മളിപ്പോ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തന്നെ വെക്കാൻ ഫസ്റ്റ് വേണ്ടിയിട്ട്. ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുണ്ട്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇറ്റ് കവേഴ്സ് ദ ഫിസിക്കൽ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കവേഴ്സ് ദ ഫിസിക്കൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ഓൾ ദ വേ ടു ദ പോയിന്റ് ഓഫ് കൺസെപ്ഷൻ. ഇതാണ് ഒരു ഫസ്റ്റ് എഴുതാൻ പറ്റുന്ന ലൈൻ. പിന്നെ ഇതിനെ കൂടുതൽ വിവരിച്ചങ്ങ് പോയാൽ മതി. എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ മലയാളം തർജ്ജമ ഇങ്ങനെയാണ്: ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ ഉത്ഭവമാവുന്ന സമയം തൊട്ട് ദ പോയിന്റ് ഓഫ് ഒറിജിൻ മുതൽ അതിനെ ഫൈനലായിട്ട് ഒരാളുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് ലൈനായിട്ട് എഴുതിപ്പോയാൽ മതി. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ നോട്ട്സ് ഇവിടെ നിന്ന് കിട്ടിയെന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.